നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർക്കിടകം രാശി ലഗ്നരാശിയായി ജനിക്കുന്നവർക്കും ചന്ദ്രരാശിയായി ജനിക്കുന്നവർക്കും എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കിടകം രാശി. സ്ത്രീ രാശിയും ചരരാശിയുമാണ്. ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും വ്യാഴൻ്റെ ഉച്ചരാശിയുമാണ്. ഞണ്ടിൻ്റെ രൂപമാണ് കർക്കിടകം രാശിക്ക്. ഈ രാശിയിൽ ജനിക്കുന്നവർ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. ഈ രാശി ലഗ്നരാശിയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുമായി ജനിക്കുന്നവർ ജലസംബന്ധമായ തൊഴിൽ ചെയ്യുവാൻ സാധ്യത കൂടുതലാണ്. ഇവർക്ക് സ്ഥിരമായി ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയില്ല. സന്താനങ്ങൾ കുറവായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച താഴ്ചകൾ കണ്ടുവരുന്നു. സുഖജീവിതത്തിൽ താൽപ്പര്യമുള്ളവരായിരിക്കും. ചിലർ അഹങ്കാരികളാകുവാൻ സാധ്യതയുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസം വരുന്ന ഇവർക്ക് എപ്പോഴും തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയം കണ്ടെത്തുകയും ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ താമസിക്കേണ്ടതായി വരാം. ഇവർക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും തന്നെ ശത്രുത ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പണമിടപാടുകൾ സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവർ ആരെയും അധികം വിശ്വസിക്കാതിരിക്കുന്നത് ഉത്തമമാകുന്നു. ഈ രാശി ലഗ്നരാശിയോ ചന്ദ്രരാശിയോ ആയി ജനിക്കുന്ന സ്ത്രീകൾ സുന്ദരികളും ഈശ്വരവിശ്വാസികളും സൗഭാഗ്യവതികളുമായിരിക്കും. ഇവരുടെ സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് രക്തദൂഷ്യ രോഗങ്ങൾ, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, ഉന്മാദരോഗം, ഗർഭാശയ രോഗങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവർ വൃശ്ചികം, ചിങ്ങം, തുലാം, മീനം, മേടം, ഇടവം എന്നീ ലഗ്നക്കാരുമായോ കൂറുകാരുമായോ ഇടപെടുന്നത് ശുഭകരമാണ്. ഇവർക്ക് തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങൾ ഗുണകരമാണ്.